ആവേശം രോമാഞ്ചത്തിന് ശേഷം ജിത്തു മാധവൻ എഴുതി സംവിധാനം ചെയ്ത അൻവർ റഷീദും നസ്രിയ നസീമും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ. ഫഹദ് ഫാസിൽ ഫാഫ രംഗണ്ണനായിട്ട് അഴിഞ്ഞാടിയ ഒരു ടീസറും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ വിഷുവിൽ എനിക്ക് ഏറ്റവും പിന്നെ അത് തന്നെ ഭൂരിഭാഗത്തിനും ഏറ്റവും ഹൈപ്പ് ഉണ്ടായിരുന്ന പടം ആവേശമാണ്. സിനിമ 2 മണിക്കൂർ 32 മിനിറ്റാണ് ഡ്യൂറേഷൻ. പ്രോപ്പർ ആക്ഷൻ കോമഡി, അതായത് പണ്ടത്തെ നമ്മുടെ സൂപ്പർ സ്റ്റാർസ് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന പോലത്തെ നായകൻ കോമഡിയും ചെയ്യും, അതേപോലെ പുള്ളി മാസുമാണ്. അങ്ങനത്തെ അതാണ് നമ്മുടെ മെജോറിറ്റി ഓഫ് ഓഡിയൻസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോണർ. അതാണ് കുറേ നാളായിട്ട് മലയാളത്തിൽ മിസ്സിംഗ് ആയിരുന്നു. ആ ഒരു ജോണർ ജിത്തു മാധവൻ ഇതിൽ ക്രാക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു 75% വിജയിച്ചിട്ടുമുണ്ട്. സിനിമ തുടങ്ങി ഫസ്റ്റ് തന്നെ ഓണായിട്ടാണ് സിനിമ തുടങ്ങുന്നത്. ഈ മറ്റേ ഫാഫയെ പോലെ തന്നെ 3 കുട്ടികളും മെയിൻ റോളാണ്. അവർക്കാണ് സ്ക്രീൻ സ്പേസ് ഒക്കെ കൂടുതൽ. അവർ ത്രൂ ഔട്ട് ഈ പടത്തിൽ 2 മണിക്കൂർ 38 മിനിറ്റും ഉണ്ട്. ഫഹദ് ഉള്ള സീനിലും അവരുണ്ട്, ഫഹദ് ഇല്ലാത്ത സീനിലും ഉണ്ട്. അവരിലൂടെ തുടങ്ങുമ്പോൾ തന്നെ പടം ഓണായിട്ടാണ് തുടങ്ങുന്നത്. കുറേ കോമഡികളും അങ്ങനെ തുടങ്ങി പിന്നെ ഇത്തരത്തിലുള്ള സിനിമകൾ ആസ് യൂഷ്വൽ നായകൻ്റെ ബിൽഡപ്പ് ആ രീതിയിൽ തുടങ്ങി ഫഹദ് വരുന്നത് പിന്നെ പടം വേറെ റേഞ്ചിലേക്ക് പോവുകയാണ്. ഒരു അരമണിക്കൂർ ശേഷമാണ് ഫഹദ് വരുന്നത്. അവിടെ തൊട്ട് പിന്നെ ആദ്യം തന്നെ പൊളിയാണ്, പക്ഷേ ഫഹദ് വരുന്നതിന് ശേഷം കുറേ കൂടെ അടിപൊളിയാവുന്നു. സജിൻ ഗോപു ഫഹദിൻ്റെ വലങ്കയായിട്ടുള്ള ക്യാരക്ടർ അമ്പാടി പുള്ളി ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ജാനേമൻ കണ്ടപ്പോഴോ അല്ലെങ്കിൽ ഈവൻ രോമാഞ്ചം കണ്ടപ്പോൾ പോലും ഇത്ര സ്മൂത്തായിട്ട് സിമ്പിളായിട്ടും പുള്ളി കോമഡി ചെയ്യുന്നു. ഇതിൽ രോമാഞ്ചത്തിലൊക്കെ പുള്ളി ഇതിൻ്റെ 10 ഇരട്ടി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വൻ രീതിയിൽ വേറെ ലെവലായിട്ടാണ്. പിന്നെ ഇൻ്റർവെൽ വരെ ഓരോ സീനും പുള്ളിയുടെ ബിൽഡപ്പും ഇവരുടെ മണ്ടത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ കോമഡി ആയിട്ട് പോകുന്നു. പിന്നെ ഇൻ്റർവെല്ലിൻ്റെ അവസാനത്തെ ഒരു 20 മിനിറ്റ്, അതാണ് നമ്മൾ ടീസറിൽ കാണുന്ന കോളേജ് ഫൈറ്റ്. ഒരു രക്ഷയില്ല, രോമാഞ്ചമായിരുന്നു. തിയേറ്ററിൽ ഒരു സ്റ്റേഡിയം അറ്റ്മോസ്ഫിയർ ആയിരുന്നു. തിയേറ്ററിൽ എല്ലാവരും വരുന്നവരും പോകുന്നവരും ഒക്കെ കൈയടി മേടിക്കുന്നു. അങ്ങനെ ഇൻ്റർവെല്ലാവുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പടം വേറൊരു ട്രാക്കിലേക്കാണ് പോകുന്നത്. അതുവരെയാണ് ഈ പ്രോപ്പർ ആക്ഷൻ കോമഡി. പിന്നീട് അങ്ങോട്ട് ഡ്രാമ വരുന്നിടം തൊട്ടാണ് പിന്നെ പടം ഡൗൺ ആവുന്നത്. അതുവരെ നമ്മളൊരു പീക്ക് ഫസ്റ്റ് ഹാഫിൽ എനിക്കൊരു 90 ഔട്ട് ഓഫ് 100 ഞാൻ കൊടുക്കും. അവിടുന്ന് പടം പിന്നെ അങ്ങോട്ടൊരു കുത്തനൊരു ഇറക്കമാണ്. പിന്നെ ഒരു അനക്കവും ഇല്ലാതെ ഒരു 3/4 മണിക്കൂർ അങ്ങ് സഞ്ചരിക്കുവാണ്. ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഒന്നും എനിക്ക് ഒട്ടും വർക്കായില്ല. പിന്നെ കഴിഞ്ഞ് ക്ലൈമാക്സിൽ ഒരു 1.5 ഫൈറ്റ് ഉണ്ട്. നമ്മളേറ്റവും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫൈറ്റ് ഉണ്ട്. അത് വരുമ്പോഴാണ് പടം പിന്നെ ട്രാക്ക്, അത് വീണ്ടും പടം ലിഫ്റ്റ് ആവുകയാണ്. ഫസ്റ്റ് ഹാഫിൽ എവിടെ കൊണ്ട് നിർത്തിയോ സെക്കൻഡ് ഹാഫിൽ അത് പോയി. അത് വീണ്ടും ഫസ്റ്റ് ഹാഫിൻ്റെ ആ ഒരു റേഞ്ചിലേക്ക് എത്തുന്നത് ക്ലൈമാക്സ് ഫൈറ്റാണ്. ഒരു 20 മിനിറ്റ് അടിപൊളി. അവിടെ ഡാർക്ക് ഹ്യൂമർ ഒരുപാട് വരുന്നുണ്ട്. ഫീലായിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ വരുന്നുണ്ട്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയും ഒരു കിഡിലൻ ഐഡിയ ഉണ്ടായിരുന്നു. അത് വെച്ച് അവർ ഫസ്റ്റ് ഹാഫ് അമ്മാതിരി സെറ്റാക്കി. പക്ഷേ സെക്കൻഡ് ഹാഫിൽ റൈറ്റിങ്ങിൽ നന്നായിട്ട് ഉഴപ്പിയിട്ടുണ്ട്. അത് വളരെ വ്യക്തമാണ്. റൈറ്റിങ്ങിലും ക്യാരക്ടറൈസേഷൻസിലും ഒക്കെ ആ പിള്ളേരുടെ ക്യാരക്ടർ, കുട്ടികളല്ല അവന്മാരുടെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് നമുക്ക് പിടികിട്ടുന്നില്ല സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്ക്. അതൊരു റൈറ്റിങ്ങിലെ പ്രശ്നമായിട്ട് തോന്നി. യൂത്തായിട്ടല്ല നമ്മൾ ഫ്രണ്ട്സായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു അടിച്ചുപൊളി പരിപാടിയായിരിക്കും. എനിക്ക് പേഴ്സണലി ഫസ്റ്റ് ഹാഫ് വൻ എൻ്റർടൈനിങ് ആയിരുന്നു. ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5 ആണ്. പേഴ്സണലി എനിക്ക് വിഷു റിലീസസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ആവേശമാണ്.